Yes, this is Jasina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? എടാ, നമ്മുടെ ഹിന്ദിയിലെ അവസാനത്തെ യൂണിറ്റ്, അഞ്ചാമത്തെ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സെറ്റാക്കിയാലോ? ഏത് ചോദ്യങ്ങൾ തല കുത്തി വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിടിച്ചോ, ഒന്നാമത്തെ ചാപ്റ്റർ ഏതാടാ? പരിയിലടുക്കി അല്ലേ? ഈ പരിയിലടുക്കിയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പോയിന്റ്സ് ഏതൊക്കെയാണ് നോക്കിക്കേ. ഹർമൻ മാം സെ അലഗ് ഹോത്താ ഹെ. ഹർമൻ എന്താണ്? അമ്മയിൽ നിന്നും എന്ത് ചെയ്യാണ്? വേർപിരിയാണ്. ഹർമൻ കൈദി ശിബിർ മേം ബന്ദി ഹോത്താ ഹെ. ഹർമൻ എന്താണ്? തടങ്കലിൽ, അതായത് തടങ്കലാവാണ് അല്ലേ? ദെൻ പരിയിലടുക്കി സെ ഹർമൻ കോ മദദ് മിൽത്തി ഹെ. ഈ പരിയിലടുക്കിയിൽ നിന്ന് നമ്മളെ ഹർമൻ എന്താണ്? സഹായങ്ങൾ ലഭിക്കുകയാണ്. ദെൻ യുദ്ധ സമാപ്ത ഹോ ജാത്താ ഹെ. അങ്ങനെ അവസാനം എന്താണ്? യുദ്ധമൊക്കെ അവസാനിച്ചു. ഹർമൻ ആഖിരി ബാർ ബാഡ് കെ പാസ് ജാത്താ ഹെ. അവസാനമായിട്ട് ആ മുൾവേലിയുടെ അടുത്തേക്ക് ആര് പോവുകയാണ്? ഹർമൻ പോവാണ്. പരിയിലടുക്കി വഹാം ഇന്തസാർ കർത്തി തി. അവിടെ ആര് കാത്തിരിക്കുന്നുണ്ടായിരുന്നോ? യെസ്, നമ്മുടെ പരിയിലടുക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹർമൻ ബായിയോ കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്താ ഹെ. നമ്മുടെ ഹർമൻ എങ്ങോട്ടാണ് പോകുന്നത്? യെസ്, ബ്രദേഴ്സിന്റെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയി. ദെൻ യുവാ ബനനെ പർ ഹർമൻ ജീനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്താ ഹെ. അങ്ങനെ ഒരു യുവാവായതിനു ശേഷം എന്താണ്? യെസ്, ജീവിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോവാണ്. വഹാമേക്ക് മിത്ര ദാവത് കേലിയെ ബുലാത്തി ഹെ. അവിടെ വെച്ചിട്ട് ഒരു സുഹൃത്ത് എന്താണ്? ഒരു വിരുന്നിന് വിളിക്കുകയാണ്. പരിയിലടുക്കി സെ പുനർ മിൽത്താ ഹെ. ആ സമയത്ത് എന്താണ്? ആ മാലാഖ പെൺകുട്ടിയെ വീണ്ടും കാണാണ്. ഇത്രയുമാണ് പരിയിലടുക്കിയിലെ പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. സെറ്റാക്കണേ. then അവസാനത്തെ ചാപ്റ്റർ സിലാ ബിൻ തിലടിക്ക. ഒരു കുഞ്ഞു കവിതയാണ്, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? നോക്കടാ, ഇത് എഴുതിയിരിക്കുന്നത് ഏകാൻ ശ്രീവാത്സവാണ്, മനസ്സിലാക്കണം. ഓക്കെ. ദെൻ പ്രസ്തുത കവിത മേം ആജീവിക കെ ലിയെ സംഘർഷ് കർണേ വാലി ലഡ്കിയോ കാ ചിത്രൺ ഹെ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലേ, അങ്ങനെയുള്ള ഒരു വിഭാഗം സ്ത്രീകളെ കുറിച്ച്, പെൺകുട്ടികളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. ദാൻ കട്ടായി കെ ബാദ് ഖാലി ഗേത്തോ മേം രംഗീൻ ചിടിയോ കി തരഹ് സിലാബിനെ കെ ലിയെ ലഡ്കിയ ഉത്തർത്തി ഹെ. ഈ ധാന്യങ്ങളൊക്കെ എന്താ, വിളവ് കൊയ്തതിന് ശേഷം എന്താണ്? ആ വീണ് കിടക്കുന്ന ധാന്യങ്ങൾ പെറുക്കിയെടുക്കാൻ പോകുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഉൻകി ഹൻസി ഓർ ഗുൻഗുനാഹട്ട് ഗേത്തോ മേ ഭർ ഗയി. അപ്പോൾ അവരുടെ ചിരിയും അതുപോലെ എന്താണ്, അവരുടെ മൂളിപ്പാട്ടൊക്കെ ആ വയലിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാനി സെ ഉഡ് ജാനെ കെ ബാദ് ബി ജിസ് തരഹ് जल पक्षियों की उपस्थिति बरी रहती है, उसी तरह गेत में लड़कियों की उपस्थिति बरी रहती है. അപ്പം ഈ വെള്ളം കുടിച്ചിട്ട് പാറി പോകുന്ന ജലപക്ഷികളെ അവരുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെ ഉള്ളതുപോലെ തന്നെ സ്ത്രീകൾ, ഈ പെൺകുട്ടികൾ പണി ചെയ്തു പോയതിനു ശേഷവും ആ വയലിൽ അവരുടെ സാന്നിധ്യം ഉള്ളതുപോലെ കവിക്ക് തോന്നുകയാണ്. एक जून के अन्न के लिए मेहनत करने वालों को यहाँ दर्शाता है. ഒരു നേരത്തെ ഫുഡിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളെ അല്ലെ, ആ പെൺകുട്ടികളെ, സ്ത്രീകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സാധാരണ ജീവൻ മേ ചിപ്പി സുന്ദരത ഓർ കഠിനായി കി ഭി യഹാം ദിക്കാത്തെ ഹെ. സാധാരണ ജീവിതത്തിന്റെ സൗന്ദര്യവും അതുപോലെ കഷ്ടതകളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, അപ്പം അത്രയേ ഉള്ളൂ ഈ 5ാമത്തെ യൂണിറ്റിലെ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേടാ? യെസ്, അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്, അപ്പം നമ്മൾ ഫുൾ യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. യെസ്, ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വീഡിയോ ആയിട്ട് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ എന്താ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പാക്കലാം. ടാറ്റാ.